CMRLO എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നേരെ ചില സൂചനകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ ആ കാലഘട്ടം മുതൽ തന്നെ വരുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് കുരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിൽ മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലായിരുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് വീണ്ടും താഴേക്കുമാണ്. ഈ കേസ് പിന്നീട് പൊങ്ങി വരുന്നില്ല. ഇതിനുശേഷം ഇപ്പൊ വീണ്ടും ഇത് സജീവമായി EDയുടെ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഇവര് പറയുന്ന ന്യായമാണ് എനിക്ക് മനസ്സിലാവാതെ പോയത്. അതായത് എന്റെ ബുദ്ധി കുറവാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതിന്റെ ഒരു കാരണം ഇതാണ്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRൽ നിന്ന് വീണയ്ക്ക് പണം ലഭിക്കുന്നത്. 2020ലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഇടപാടുകൾ, ഈ പണം ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടോ, ആണോ ചേനയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത പോലും വായിക്കുമ്പോൾ നമുക്കതെന്നും മനസ്സിലാവുന്നത്. ഇതിപ്പോ ഇത്രയും നാള് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള വാർത്തകൾ കാണുമ്പോൾ ഇത് മനഃപൂർവ്വം പിണറായി വിജയന്റെ പേര് പറയുന്നതാണോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കും കൂടി തോന്നി തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ല, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞൊരു സെന്റൻസ് ആണ്. അതായത് പ്രജിതക്കടക്കം, ഒരുപക്ഷെ കുറെ നേരത്തെ എനിക്കടക്കം ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചില്ലേ? അതാണ് ഈ വാർത്തയുടെ ഉദ്ദേശം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയേക്കണെന്ന് അറിയോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്ന് ലീക്ക് ചെയ്ത് കൊടുത്തേക്കണ വാർത്തയാണ്. ഇതേപോലെയുള്ള വാർത്തകൾ താങ്കൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ, നമുക്കൊക്കെ മറവിയുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. കൃത്യമായി ശ്രദ്ധിച്ചാൽ 2021 വന്നിരുന്നു. ഏതിലാണ്? മറ്റേ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബാഗ് പോലും മേടിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ മറ്റേ പിണറായി വിജയൻ? ബിരിയാണി ചെമ്പിനകത്തൊക്കെ സ്വർണം കടത്തേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനിയിപ്പോ പോട്ടെ, ഇപ്പൊ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം. ഈ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വിചാരിക്കും. അവർക്ക് അന്വേഷിക്കാൻ അധികാരമുള്ളൊരു കാര്യമുണ്ട്. എന്താണ് അധികാരമുള്ളൊരു കാര്യം? വീണ വിജയനെ കല്യാണം കഴിക്കുന്നത് 2020 താങ്കൾ തന്നെ പറഞ്ഞു. എനിക്ക് ഇയർ ഓർമ്മയില്ല. 2016 മുതൽ 2017 മുതൽ 20 വരെയാണ് ഈ പണം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് വീണ വിജയൻ അന്നേരം കല്യാണം കഴിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കണം. 2020 മുഹമ്മദ് റിയാസുമായിട്ട് കല്യാണം കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം, അതായത് ആ 3 കൊല്ലം മേടിച്ചിട്ടുള്ള പണം, 8 ലക്ഷം രൂപ മേടിച്ചിട്ടുള്ള 1,72,00,000 രൂപയും പിന്നെ ലോണായിട്ട് എടുത്ത പണവും ഇനി ഇതിനിടയിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇവര് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ത് വേഷം കെട്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താ? 1,72,00,000 രൂപയും 2,72,00,000 രൂപയും മേടിച്ചു എന്നുള്ളത്, അതായത് വായ്പയായിട്ട് മേടിച്ചു, തുകയടക്കം അത്രയും മേടിച്ചു എന്നുള്ളത് ലീഗലി അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താണ്. ലീഗലി അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇപ്പൊ പ്രജിതയുടെ ഒരു കമ്പനി, വീണയുടെ സ്ഥാനത്ത് പ്രജിതയുടെ കമ്പനി എക്സാലോജി മറ്റേ CMRലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാർ വഴി കിട്ടിയ പണവുമാണെന്ന് വിചാരിക്കും. ആ പണം നാളെ എനിക്കോ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ബോധറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഇല്ലീഗലി കിട്ടിയ പണമാണെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഇവരെങ്ങനെ മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കും? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ, അതായത് ഈ പറഞ്ഞ മണി ലോണ്ടറിങ്ങിന് കൂട്ടുന്ന മാത്രമല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ കേസെടുക്കും ഇവര്? എങ്ങനെ അന്വേഷണം നടത്തും? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ വാർത്തയുടെ പോലും ആവശ്യമില്ല. മുഹമ്മദ് റിയാസിന്റെ ഇനി അടുത്തത് താങ്കൾ പറഞ്ഞ വാർത്തയിലെ ഏറ്റവും വലിയ വരി എന്താണെന്നറിയാം? ആ വരിയുടെ ഒക്കെ ബുദ്ധി ഒന്ന് ആലോചിക്കണം. അതായത് വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പോയി പണം എവിടെ മറ്റേ മുഹമ്മദ് റിയാസിന്റെ പണത്തിലേക്ക് എത്തിയിട്ടുണ്ടോന്ന് അന്വേഷിക്കാൻ പോകുന്നു എന്ന്. എന്റെ പൊന്നു പ്രജിത, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു ക്ലർക്കിനെ ഏൽപ്പിച്ച ക്ലർക്ക് വിളിച്ചിട്ട് പറയണേണ്, ഇതേ മുഹമ്മദ് റിയാസിന്റെ ഇന്ന ബാങ്കിലെ അക്കൗണ്ടില്ല, ആ 6 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തെ അല്ലെങ്കിൽ 25 മാസത്തെ അല്ലെങ്കിൽ 3 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോന്ന് പറഞ്ഞാൽ ദേ ഇന്നാ പിടിച്ചോ സാറേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അയച്ചു കൊടുക്കൂലേ? അയച്ചു കൊടുക്കുകയില്ലേ? ഒരു പോലീസ് SHO ചോദിച്ചാൽ കൊടുക്കൂല, പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചാൽ കൊടുക്കൂലേ? ഇവര് പക്ഷെ അത് അന്വേഷിക്കാൻ പോകണേണ്. എങ്ങനെ? കുതിരപ്പുറത്ത് ടുക്കു എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് ബോഡി പോവുക. ഇതൊക്കെ വെറും വാർത്തയാണ്. ഞാൻ ഇത്ര വാർത്തകൾ ഇന്നിപ്പോ വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളു.
കാരണം എന്താ വെച്ചാൽ വീണ വിജയനെ ചോദ്യം ചെയ്തു. എനിക്ക് ഇവരോടൊക്കെ ഉള്ള ദേഷ്യം ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെ പ്രജിതയ്ക്ക് ഇപ്പൊ തോന്നലുണ്ടായി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല, അതുപോലെ എന്നെ പറ്റിച്ചുകൊണ്ട് എനിക്ക് ഇവരോട് ദേഷ്യം. അല്ലാതെ എനിക്ക് ഇവരാരും കാശ് തന്നിട്ടല്ല ഞാൻ ഈ പറയണേ. എനിക്ക് CPM-ന്റെ ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടല്ല ഞാൻ ഈ വർത്താനം പറഞ്ഞത്. എന്റെ സങ്കടം എന്താ വെച്ചാൽ എന്നെയൊക്കെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ള. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറുനാടൻ ഷാജന്റെ ഒരു വാർത്ത ഞാൻ കണ്ടു. ആ വാർത്ത എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. എന്താണെന്നറിയാമോ? തമ്മനയിൽ തന്നെ ഇതാണ്, താങ്കളെടുത്ത് നോക്കിക്കോ. നുണ പറയാൻ പോലും അറിയാത്ത വീണ വിജയൻ. അപ്പൊ നമ്മൾ ഈ തമ്പ് വായിക്കണവനൊക്കെ മറ്റേ ഹിസ്റ്റീരിയ ബാധിച്ച ആളുകളായതുകൊണ്ട് അവന് കുഴപ്പമില്ല, അവൻ മറ്റേ വെടിവെച്ച് മയങ്ങി കിടക്കണവനാണ്. അവൻ നോക്കുമ്പോ നുണ പറയാൻ പോലും അറിയാത്ത വീണ വിജയൻ. എന്തൊരു അലമ്പാണ്. ശരി, നുണ പറയാൻ പോലും അറിയാത്ത വീണ വിജയൻ. സത്യത്തിൽ നുണ പറയാൻ അറിയാത്ത വീണ വിജയൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണോ അതോ മെറിറ്റ് ആണോ? എന്താ താങ്കൾക്ക് തോന്നണം? കൺഫ്യൂഷനോ? നുണ പറയാൻ അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ നല്ല ആളെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നുണ കൃത്യമായി നുണ പോലും പറയാൻ അറിയാത്ത വീണ വിജയൻ. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവിടെ ചെന്നപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരത്ര മോശപ്പെട്ട ഒരാളല്ലതല്ലേ നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ താഴെ ഒരു ഹെഡിങ് കൂടി കൊടുക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. നുണ പറയാൻ അറിയുന്ന മറുനാടൻ ഷാജൻ കൂടി കൊടുക്കായിരുന്നു. എന്നിട്ട് 2 കപ്പ് മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ കൊടുക്കായിരുന്നു. ഇത് വലിയ നുണ, ഇത് ചെറിയ നുണ. ഇത് ആരോടാണ് ഈ പറയുക? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. പിന്നെ ആ വാർത്ത കേൾക്കണം. ഞാനിപ്പോ അതിനെക്കുറിച്ച് കീറിമുറിച്ച് പരിശോധിക്കുന്നില്ല. ഇതുപോലെ അസംബന്ധ ജടിലമായിട്ടുള്ള വാർത്തകൾ വെറുതെ അങ്ങനെ. നാളെ പിണറായി വിജയൻ ജയിലിലാവും. അത് കുറെ നാളുകളായിട്ട് എത്ര വെറുതെ അങ്ങ് ഹെഡ്ലൈൻ അടിക്കുകയാണ്. ഹെഡ്ലൈൻ അടിക്കുന്നതിന് ഒരു തോന്നിയാസം കാണിക്കണം. ഇപ്പൊ നമ്മളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും ഭേദം മറ്റേ നീലക്കുയിലൊക്കെയാണ് ഏറ്റവും ബെറ്റർ. ആ നീലക്കുയിലിനെ മറ്റേ നീലക്കുയിൽ, പച്ചക്കുയിൽ, മഞ്ഞക്കുയിൽ, ചുമലക്കുയിൽ, ഓറഞ്ച് കുയിൽ. ഈ ഓറഞ്ച് കുയിലൊക്കെ ഇതിൽ പിന്നെ വാർത്തകളുണ്ട്. എന്താണെന്നറിയാമോ? ഈ അമ്മയും മകനെയും നിങ്ങൾ തിരിച്ചറിയുമോ എന്ന് വെച്ചിട്ട് പാർവതിയുടെ ഫോട്ടോ കൊടുക്കും. പഴയ ജയറാമിന്റെ ഭാര്യ പാർവതി നസ്ലിനെയും കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ നമ്മളൊന്ന് കയറി, നസ്ലിൻ ഇവരുടെ മകനായിരുന്നു. അപ്പൊ നോക്കുമ്പോ വേറെ അമ്മയും മകനും വേറെ 3-4 ജനം കാണിക്കും. ഇതേപോലെയുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ പിന്നിലും വേറെ ഒരു കാര്യവും ഇല്ല. യഥാർത്ഥത്തിൽ വെറുതെ ഒരു ഹെഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള പരിപാടിയാണ്, അല്ലാതെ ഇതിനകത്തൊരു കാര്യമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യം. ഇതിന് ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ. CMRL നിങ്ങൾ പണം മേടിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അക്കൗണ്ട് വഴിയെ മേടിച്ചാൽ ഡിസ്പ്യൂട്ട് ഇല്ല. ഒന്ന് അത് പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ ഇടിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താ വലിയ പ്രശ്നം എന്താ ഉള്ളത്? വലിയ പ്രശ്നം 40 കോടി രൂപയോളം ഇങ്ങോട്ട് CMRLിലേക്ക് വന്നത് അക്കൗണ്ട് വഴിയല്ല, അത് ഞങ്ങൾ പണമായി മേടിച്ചതാണ്. ആ പണമായി മേടിച്ച കാര്യം ഞങ്ങൾ മറ്റുള്ളവർക്ക് ബ്രൈബ് കൊടുക്കാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല. ഈ മന്ത്രിസഭയിലെ 3 പേര് കൃത്യമായിട്ട് പണം മേടിച്ചവരിയ്ക്കുന്നുണ്ട്. ആരൊക്കെ എന്നറിയാമോ? ഒന്ന് VD സതീശൻ, രണ്ടാമത്തത് രമേശ് ചെന്നിത്തല, മൂന്നാമത്തത് കുഞ്ഞാലിക്കുട്ടി. ജസ്റ്റ് ഒരു 50 ലക്ഷം വെച്ച് 3-4 തവണ മേടിച്ചു. മാധ്യമം നിങ്ങൾ മേടിച്ചിട്ടുണ്ട് 16 കോടി. അവർ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ തുറന്നു പറഞ്ഞു, 2 പേര് തുറന്നു പറഞ്ഞു. ആരാണ്? VD സതീശനും തുറന്നു പറഞ്ഞു. VD സതീശൻ ലാസ്റ്റാണ് പറഞ്ഞത്. പക്ഷെ ആദ്യമേ 2 പേര് തുറന്നു പറഞ്ഞു. ആരൊക്കെ? രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും തുറന്നു. എന്താ തുറന്നു പറഞ്ഞത്? അത് കേൾക്കണമല്ലോ. തുറന്നു പറഞ്ഞത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്. ഒക്കെ ആയിക്കോട്ടെ, പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഈ പറയുന്ന പുള്ളിക്ക് എന്തെങ്കിലും ഗുണം ചെയ്ത് കൊടുത്തിട്ടായിരിക്കുമല്ലോ എന്ന് പറയുന്ന ചോദ്യമുണ്ട്. എന്നാൽ അത് ഞാൻ വിട്ട് പോട്ടെ. പക്ഷെ വേറൊരു വലിയ ചോദ്യമുണ്ട്. ഏത് അക്കൗണ്ട് വഴി എങ്ങനെ മേടിച്ചു? 19,999 വയസ്സ് വരെയല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റേ പണം ഇതല്ലാതെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് അക്കൗണ്ട് വഴി മേടിച്ചു? വെറുതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പല വാർത്തകൾ ഞാനിപ്പോ കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ ഈ ഞാനിപ്പോ നേരത്തെ പേര് പറഞ്ഞ തന്നെ 2-3 വാർത്തകളൊക്കെ ഉണ്ട്. ആ വാർത്തയിൽ യാതൊരു കഴമ്പുമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടത്രേ എന്ന് പറഞ്ഞ മറ്റേ റൺ ബേബി റണ്ണിൽ മറ്റേ ബിജു മേനോൻ പറയില്ലേ, എടാ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അങ്ങ് അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഇത് ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മതി. അതായത് CD സംശയിക്കുന്നുണ്ടത്രേ, വീണ വിജയനെ അറസ്റ്റ് ചെയ്യും അത്രേ, മുഹമ്മദ് റിയാസിനെ പറഞ്ഞ പോലെ പുതിയ അക്കൗണ്ട് ഉള്ളതായി സംശയമുണ്ടത്രേ. കുഴപ്പമില്ല, ഉറപ്പിച്ചൊന്നും പറയണല്ലോ. അതേപോലെയുള്ള അപസർപ്പക കഥകൾ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളില്
വീണയെ ED ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 2 തവണ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞെന്ന വാർത്ത ഞാൻ പറഞ്ഞ അതെ ഇഡിയോട് നുണ പോലും പറയാൻ അറിയാത്ത അതെ ബ്ലഡി ഫൂൾ ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ജനം കൈയടിച്ചേരെ. ആ സമയത്ത് വരാത്ത വാർത്തകൾ ഇപ്പോൾ അത് ഒരു ഹൈപ്പിൽ നിൽക്കാത്ത ഒരു സമയം കൂടിയാണ്. കാരണം അതിന്റെ ഒരു സമയം കഴിഞ്ഞു. നെക്സ്റ്റ് വാർത്ത നമ്മുടെ ട്രെൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിന് പിന്നിൽ ചില ഇപ്പൊ രാഷ്ട്രീയ ശേഷാദ്രിനാഥിന്റെ വാർത്ത, ബെക്കാഡിയുടെ വാർത്ത, ഇന്നിപ്പോ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അത് താങ്കൾക്കറിയോ? ഇന്നത്തെ ദിവസം ഞാനിന്ന് വിചാരിച്ചേ ഉള്ളൂ വേറെ എന്തെങ്കിലും വാർത്ത പൊങ്ങി വരുമോ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഫിനാൻസ് ബില്ല് സഭയിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പൊ ബെക്കാഡിയുടെയും അതുപോലെ തന്നെ പാവം പിടിച്ച റിലയൻസിന്റെയും ഒക്കെ കമ്പനിക്കാർക്ക് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ ചെറിയൊരു ഉപകാരം ചെയ്തു. ചെറുതായിട്ടൊന്ന് ടാക്സ് കുറച്ചു കൊടുത്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ടാ, ശ്രദ്ധിച്ചു കേൾക്കണം താങ്കൾ കേട്ടാ. ഒരു കണക്കാണ്. BRM ഷഫീർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ആവേശകുമാരനുണ്ട് കോൺഗ്രസിൽ. അപ്പൊ ആവേശകുമാരൻ വന്നിരുന്ന് ചർച്ചയിലിരുന്ന് തർക്കിക്കുകയാണ്. ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ബെക്കാഡിക്ക് വില കുറച്ചു കൊടുത്തതെന്നുള്ളതിന്റെ ന്യായീകരണം ഉണ്ടോ? ശ്രദ്ധിച്ചേക്കണേ. ഞങ്ങൾ വില കുറച്ചു കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഒരു ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അപ്പൊ അത് നടത്താനായിട്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെ സജഷൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, തിങ്കിങ്. അതായത് ഇതിനെങ്ങനെ പണം ഉണ്ടാക്കും, ഹൗ ക്യാൻ വി ഗെറ്റ് മണി, കമോൺ സഹിച്ച കമോൺ യു ക്യാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ബെക്കാഡിക്ക് കാശ് കുറച്ചു കൊടുക്കാം. ഓക്കെ അത് അത്ര ശരി. അപ്പോഴാണ് ഞങ്ങൾ കർണാടകയിലേക്ക് നോക്കിയത്. കർണാടകയിൽ ഇതുപോലെ 300 കോടിയോ 400 കോടിയായിട്ടായിരുന്നു. അപ്പൊ ഒറ്റടിക്ക് ഒരു 500 കോടി രൂപ കൂടുതൽ കിട്ടി മാസം വരുന്ന ടാക്സിന്. കാരണം എന്താ? ഈ വീര്യം കുറഞ്ഞ മദ്യം ഞങ്ങൾ നിരത്തിലേക്ക് ഇറക്കി. കഥ അവിടെ നിൽക്കട്ടെ ഏട്ടാ, കഥ അവിടെ നിൽക്കട്ടെ. നമ്മുടെ അവതാരകരൊക്കെ അപ്പൊ ഇങ്ങനെ ഇരിക്കണേ, മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ കാട്ടിയിട്ട് ഇരിക്കണേ, മുടി മറ്റേ ശ്രദ്ധിച്ച്. പക്ഷേ ഈ കണക്കൊന്നും ശ്രദ്ധിക്കണില്ല, പോഴന്മാരാണല്ല, കണക്കൊന്നും ശ്രദ്ധിക്കണില്ല. മറ്റേ വേറെ ചില അവതാരകരൊക്കെ മറ്റേ ചർച്ചക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കണം. കൊള്ളാം, നല്ല പരിപാടി. എന്റെ ചിരിച്ചുള്ള ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, അടുത്ത പുള്ളി പറയുന്ന അടുത്ത വാചകമുണ്ട്, അടുത്ത സെഗ്മെന്റ്, അത് കൂടി കേൾക്കണേ. എന്തായാലും ഈ കേരളത്തിലുള്ള ആളുകൾ കുടിച്ചു വരിക്കും. അപ്പൊ അന്നാ ഇവനൊക്കെ കുടിക്കണേ ഉള്ളൂ, കുറച്ച് വീര്യം കുറഞ്ഞത് കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അതിറക്കുമ്പോ അവന്റെ ആയുർദൈർഘ്യവും കൂടും, നമുക്ക് കുറച്ച് ചില്ലറയും കിട്ടും. കറക്റ്റാണല്ല? ഈ 2 പോയിന്റും കറക്റ്റാണ്. ഇനി ഞാൻ ചോദിക്കുന്നു, 42.88% ആൽക്കഹോൾ അടങ്ങിയ മദ്യവും 60% പോരുന്ന വിദേശ നിർമ്മിത മദ്യവും കുടിക്കുന്ന ഒരുത്തൻ, പുള്ളി പറയുന്നത് ആയുർദൈർഘ്യം കൂടണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കുടിച്ചോണ്ടിരിക്കണവൻ, അത് രണ്ടിനും ഏതാണ്ട് 251% ടാക്സ് ഉണ്ട്. ആ ടാക്സ് കൊടുക്കുന്ന ഒരുത്തൻ മറ്റേന് 78 ഉള്ളൂ. ഇപ്പൊ താഴെ വന്ന് കമന്റ് ചെയ്യേണ്ട ആരും, മറ്റേന് 78% ഉള്ളൂ. ഞാൻ പറഞ്ഞ എക്സൈസ് തീരുവയും കൂടി കൂട്ടിയിട്ട് അത്രത്തോളം വരും. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറും? സാധ്യത കുറവാണല്ലോ, ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ മാറിയാൽ എന്ത് സംഭവിക്കും? 251% ടാക്സ് കൊടുത്തോണ്ടിരിക്കണം ഞാൻ, 120 175% ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ഗവൺമെന്റിന് ഇത് ലാഭമായിരിക്കോ നഷ്ടമായിരിക്കോ? നഷ്ടമായിരിക്കുമല്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടാക്സ് കുറവല്ലേ കൊടുക്കണം. അപ്പൊ പിന്നെ ഗവൺമെന്റിൽ എങ്ങനെ പണം കൂടും? നിങ്ങൾ പറഞ്ഞ ആളുകളുടെ ആയുർദൈർഘ്യം കൂടും എന്നുള്ളത് ഒരു വാദത്തിന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആളുകളുടെ പണം എങ്ങനെ കൂടും? ഇനി അതും പോട്ടെ, അടുത്തത്. ഇപ്പൊ ആ ആയുർദൈർഘ്യത്തിന്റെ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഇനി അടുത്തത്, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ കാശ് കൂടൂല. ഇനി അല്ലാതെ വേറൊന്നും സംഭവിച്ചാൽ കാശ് കൂടും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അറിയാമോ? ഇതേ ആളുകൾ അതങ്ങനെ തന്നെ ഈ മദ്യപാനം തുടരണം. ഏത് ബിയർ കുടിക്കുന്നവൻ ബിയർ കുടിക്കണം, വൈൻ കുടിക്കുന്നവൻ വൈൻ കുടിക്കണം, പ്ലസ് 42.88% മദ്യം മേടിച്ച് മടമടാന്ന് കുടിക്കുന്നവൻ അതുപോലെ തന്നെ തുടരണം. പ്ലസ് ഇതിന്റെ വരുമാനം കൂടും. എങ്ങനെ കർണാടകത്തിൽ കൂടിയത്? പുതിയൊരു സെഗ്മെന്റും പുതിയ ആളുകളും ഈ രംഗത്തേക്ക് വന്നു. ഏത് 6% ബിയർ കുടിക്കുന്നവനും ബാക്കിയുള്ളവരും ഈ പറയുന്ന പോലെ കുറെ ന്യൂജൻ, അതായത് ഏത് പൂക്കി മോഡിഫിക്കേഷൻ നടത്താൻ പറ്റാത്ത ന്യൂജൻ ആളുകളൊക്കെ ഇത് കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഗവൺമെന്റ് വരുമാനം കൂടും, ഇല്ലേ? അല്ലാതെ കൂടുക? ശരിക്കും നിലവിലുള്ള മദ്യപാനികൾ മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യമാണ് ഉപയോഗിക്കുന്നെങ്കിൽ വരുമാനം കുറയും. അപ്പൊ നിങ്ങൾ പറയുന്നത് രണ്ടും തമ്മിൽ ബന്ധമില്ല, ഏതെങ്കിലും ഒരെണ്ണം സംഭവിക്കണം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, അല്ലെങ്കിൽ വരുമാനം കൂടും. മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് 150 രൂപ 200 രൂപ മുടക്കി 250 രൂപ മുടക്കി മദ്യം മേടിച്ച് കഴിക്കുന്നവൻ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് മദ്യം മുടക്കി കഴിക്കുന്നവൻ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടണം. അതായത് വീര്യം കുറഞ്ഞതിന് ശേഷം അതിന്റെ ക്വാണ്ടിറ്റി 3 ഇരട്ടിയാക്കണം. അപ്പൊ ശരിയാണ്, പഴയ ടാക്സ് തന്നെ എത്തും. ഇതിൽ ഏത് സംഭവിക്കാനാണ് സാധ്യത?
ഏത് സംഭവിക്കാനാണ് സാധ്യത? ഇതൊക്കെ പക്ഷെ BRM ഷഫീർ കഥകൾ പോലെ അങ്ങ് അടിച്ചുവിടാണ്. പിന്നെ BRM ഷഫീർ കഥാപ്രസംഗം നടത്തുന്ന ഒരാളാണ് കേട്ടോ. BRM ഷഫീർ ഒരു തവണ ഇല്ലേ കെ സുധാകരൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നാണിച്ച് തലതാഴ്ത്തി ഒരു ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ സ്വാഗതം പറയാൻ വന്നത് BRM ഷഫീറാണ്. അപ്പൊ BRM ഷഫീർ പറയുന്നത് ജനങ്ങളുടെ ഈ പറയുന്ന നെഞ്ചിലെ പടനായകൻ കെ സുധാകരൻ. അപ്പൊ മറ്റേ ഇതല്ലേ നമ്മള് മറ്റേ ഇതിനടിക്കാൻ മറ്റേ ഇതില്ലേ ആ ഇതടിക്കണത് ഇടാന്ന് പറഞ്ഞ മറ്റേ സാധനം അടിക്കണം. അത് അടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അതില്ല. പിന്നെ അടുത്തത് നിങ്ങൾക്കറിയുമോ, കണ്ണൂരിന്റെ ഈ പറഞ്ഞ കാവലാൾ കെ സുധാകരൻ. ഇങ്ങനെ പറഞ്ഞ് വെറുതെ ഒരു 4-5 കെ സുധാകരൻ. അപ്പൊ കെ സുധാകരൻ അന്ന് KPCC പ്രസിഡന്റ് അന്ന് പുള്ളി ഇങ്ങനെ എഴുന്നേച്ചു, ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയണതെന്നാണ് പുള്ളിയുടെ പോകാത്തിരിക്കണേ. ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയണത്. പിന്നെ പുള്ളിക്ക് ആ സമയത്ത് എന്തോ അസുഖമൊക്കെ ആയിരുന്നു, പുള്ളിക്ക് കിട്ടിയായിട്ട് ക്യാച്ച് ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഇത് കേട്ടപ്പോൾ പുള്ളിയുടെ എല്ലാ റിലേ കൂടി പോയതോ പുള്ളി ഇങ്ങനെ ഇരിക്കാൻ. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതൊക്കെ വെറുതെ ഇങ്ങനെ തള്ളാണ്. എന്നിട്ട് ഇതൊക്കെ ജനത്തിനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ ഇപ്പൊ നാളെ നോക്കിക്കോ, മനോരമയുടെ വൻ ഹെഡിങ് ഇതായിരിക്കും, മുഹമ്മദ് റിയാസും കുരുക്കിലേക്ക്. വാർത്ത മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഒരു ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഹെഡിങ് ഇതായിരിക്കും, മുഹമ്മദ് റിയാസും ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് വീണ വിജയൻ ജയിലിൽ പോകുന്നു, മുഹമ്മദ് റിയാസ് ജയിലിൽ പോകുന്നു, പിണറായി വിജയൻ ജയിലിൽ പോകുന്നു എന്ന് വിചാരിക്കേണ്ട. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇത് ഇപ്പൊ കേരള മീഡിയ എടുത്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ മീഡിയകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ്. ആ പണി എന്താണെന്ന് വെച്ചാൽ അർണാബ് ഗോസ്വാമിയും ഗോദി മീഡിയയും ഒക്കെ അഖിലേന്ത്യാ തലത്തിൽ എടുത്തുകൊണ്ടിരുന്ന അതേ പണിയാണ്. ആ പണി നേരത്തെ അവർ എടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഭരണപക്ഷത്തിനെതിരെ നോക്കൂല, പകരം പ്രതിപക്ഷത്തിനെതിരെ. അതായത് ഒരു തവണ അർണബ് ഗോസ്വാമി 150 ചർച്ച നടത്തുമ്പോൾ അതിൽ 120 പ്രതിപക്ഷത്തെ നന്നാകാത്തതിനെ കുറിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്ര ഗവൺമെന്റ് അവിടെ ഉണ്ട്, അത് പുള്ളി കാണണല്ല. പുള്ളി ബോംബെയിൽ ഇരിക്കണോണ്ട് പുള്ളിക്ക് ഇപ്പൊ പുള്ളി കാണും. ഇപ്പൊ പുള്ളി നരേന്ദ്രമോദിക്കെതിരായി, അതിനും പുള്ളി കാണണ്ടായില്ല. ഇതേ പണി ഇപ്പൊ കേരളത്തിലേക്ക് വന്നേക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഏഷ്യാനെറ്റ്, മീഡിയ വൺ, മനോരമ ഇവരൊക്കെ കൂടി മറ്റേ പാളത്താറ് കൊടുത്ത് അങ്ങ് ഇറങ്ങിക്കണേണ്. എന്ത് ചെയ്യണം? ഈ 5 കൊല്ലം കൊണ്ട് ഭരണത്തിലില്ലാത്ത CPM-നെ കൂടി അങ്ങോട്ട് കുഴിച്ചു കൂടണം. എന്നിട്ട് ഇടക്കിടക്ക് മറ്റേ സതീശ മേനോൻ ഭജൻസ് പാടണം. ഇവർ 2 തള്ളത്തിലും കാലുണ്ട്. ഇപ്പൊ ഷാജനെ പോലെയുള്ള ആളുകൾ 2ലും ഉണ്ട്. അതായത് ഇവര് തന്നെയാണ് പ്രോ സംഘപരിവാർ, ഇവര് തന്നെയാണ് എന്ത്. രാജീവ് ചന്ദ്രശേഖർ നല്ലതാണ്, ഇതും നല്ലതാണ്. സതീശനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ബിഗ് ബ്രദറാന്ന് പറഞ്ഞു. അദ്ദേഹം എത്ര കഠിനാധ്വാനിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിനു വേണ്ടിയ കഠിനാധ്വാനം ചെയ്യണം ഇവിടെ കിടന്നു. കേരളത്തിലെ പോളറൈസേഷൻ കൂട്ടാനും സംഘപരിവാറിനെ വളർത്താനും അതല്ലേ. പക്ഷെ പുള്ളി ആള് വളരെ മിടുക്കനാണെന്നാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുക്കണ പണി വൃത്തിക്കായിരിക്കും. ആ അങ്ങനെയാണെങ്കിൽ ആ പണി നല്ല പണിയാണെന്ന് കൂടി പറയണം. എടുക്കണ പണി വൃത്തി കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ലല്ലോ, എല്ലാവരും നമുക്ക് മകാന്മാരാക്കില്ലല്ലോ. നാളെ 10 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എടുക്കണ പണി വൃത്തിക്കെടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ വിഷം വിറ്റിട്ട് എന്താണ് ആ വിഷം വിൽക്കണ പണി ഗംഭീരമായിട്ട് ചെയ്യേണ്ടത് പറയല്ലേ. അതെനിക്ക് പറയാനുള്ളൂ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇനി ഇതുകൊണ്ട് തന്നെ തൂക്കി കൊല്ലുക, ഞാൻ കൊല്ലട്ടെ.